ഹലോ ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ്. നമ്മളൊന്ന് അമ്പലത്തിൽ പോവാന്ന്, പെരളശ്ശേരി അമ്പലത്തിൽ. അപ്പം നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരട്ടെ. അമ്പലത്തിലെത്തി ആദ്യം തന്നെ നമ്മൾ അമ്പലക്കുളത്തിൽ ഇറങ്ങി കാല് കഴുകാൻ ചെന്നപ്പോൾ ഒരുപാട് മീനുകൾ കേട്ടാ, പെഡിക്യൂർ ചെയ്യുന്നത് പോലെ മീനുകൾ വന്നിട്ട് നമ്മുടെ കാലിൻ്റെ ഇവിടെ വന്നിട്ട് കൊത്തുവാണ്. അപ്പോൾ കാലിൻ്റെ അടിയിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു ഇക്കിളി ആകുന്നുണ്ട്. അപ്പോൾ മീനുകൾ മൊത്തം വിനുവാട്ടൻ്റെ കാലിലേക്കേ പോകുന്നുള്ളൂ, നമ്മുടെ കാലിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ വിനുവാട്ടൻ പറഞ്ഞു ഞാൻ എന്നാലും മാറി നിൽക്കാം, അപ്പോൾ നിങ്ങളുടെ കാലിലേക്ക് വരുമെന്ന് പറഞ്ഞ് വിനുവാട്ടൻ മാറി നിന്നു. എന്നിട്ടും മീൻ വിനുവാടിനെ വിടുന്നില്ല. അടുത്തതായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഇനി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, മീൻ ഇപ്പോൾ വരുമെന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴതാ ഒരു വലിയ മീൻ കേട്ടാ, ഇതാ ഈ കാണുന്നില്ലേ ആ വലിയ മീൻ, അത് മെല്ലെ വരികയാണ് എൻ്റെ കാലിൻ്റെ അടുത്തേക്ക് വന്നു കേട്ടാ. ഒരു മീൻ 2-3 മീൻ വന്നു. അപ്പം തന്നെ എനിക്ക് കാല് എന്നാ പറയാം, നമുക്കൊരു ഇത് വരില്ലേ. അപ്പോൾ ഞാൻ ഓടി മുകളിലേക്ക് കയറി. അപ്പോൾ വീണ്ടും വിനുവാട്ടൻ പറഞ്ഞു വന്ന് നിൽക്ക്, നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഉണ്ടോ വിനുവാട്ടൻ്റെ കാലിൻ്റെ മുകളിലേക്ക് കൂടിയൊക്കെ മീൻ പോവുകയാണ്. വിനുവാട്ടൻ അവിടെ നിന്ന് കൊടുക്കുവാണ്, എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് മീൻ കേട്ടാ, കഴിഞ്ഞ പ്രാവശ്യം പോയതിനേക്കാളും ഒരുപാട് മീനുണ്ടായിരുന്നു ഈ പ്രാവശ്യം അമ്പലക്കുളത്തിൽ. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കാല് വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര പേടി. മീൻ അടുത്ത് വരുമ്പോൾ തന്നെ ഞാൻ കാല് വലിക്കുന്നുണ്ട് കേട്ടാ, കൊത്തുമോ എന്നൊരു പേടിയാണ്, പേടിച്ചിട്ടാണ് കൊത്തുമോ എന്നുള്ളൊരു പേടി. പിന്നെ ഫോണും കയ്യിലുണ്ട്, അത് ഫോൺ നിലത്ത് വീണ് പോയാൽ പിന്നെ വിനുവാട്ടൻ പുതിയത് വാങ്ങിച്ചു തരില്ല എന്ന് എനിക്ക് 100% ഗ്യാരണ്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം റിസ്ക് എടുക്കാൻ നിന്നില്ല. അതിനുശേഷം വിനുട്ടൻ പറഞ്ഞു നമുക്കിനി മുകളിലേക്ക് പോവാം, അമ്പലത്തിലേക്ക് പോയി തൊഴണ്ടേ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും അമ്പലത്തിലേക്ക് പോവാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ എനിക്ക് ഈ ഒരു പെരളശ്ശേരി അമ്പലത്തിലെ ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ മരങ്ങളും, അരയാൽ മരം എന്നല്ലേ പറയാ സത്യത്തിൽ, സോറി, ഈ മരത്തിൻ്റെ ഇവിടെ എപ്പോഴും ഞാൻ പോയി കുറച്ച് സമയം നിൽക്കൂട്ടോ. എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് ഈ മരം. അങ്ങനെ മുകളിലേക്ക് കയറുകയാണ്. നല്ല തിരക്ക് കേട്ടോ. പൊതുവേ നമ്മൾ ഞായറാഴ്ചകളിലൊക്കെ പോവാറുണ്ട്, പക്ഷേ ഇന്നത്തെ ഞായറാഴ്ച നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒരു വലിയ മീൻ കണ്ട അവിടെയുണ്ട്, ഒരു വലിയ മീൻ, നല്ല വലിയ മീൻ. വീഡിയോ കാണുമ്പോൾ ചെറുതാണെങ്കിലും നല്ല വലിപ്പമുള്ളൊരു മീൻ കേട്ടോ. അത് ഇങ്ങനെ റൗണ്ട് അടിച്ച് അവിടെ വരുന്നുണ്ട് കേട്ടോ, നമ്മുടെ കാലിൻ്റെ അടുത്തേക്കൊക്കെ വരും. അത് കണ്ടോ, ഒരു വലിയ മീനുണ്ട്. അതങ്ങനെ നീന്തി വരും, റൗണ്ട് അടിച്ചിട്ട് നമ്മളടുത്തേക്ക് വരും, കാല് വയ്ക്കുന്നിടത്തേക്ക്. അപ്പോൾ വഴിപാട് കഴിപ്പിക്കാൻ വേണ്ടി പോയപ്പോൾ ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ വിനുവാടിനും മക്കളും പുറത്ത് നിന്നു, ഞാനിങ്ങനെ ക്യൂ നിന്നു. ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ വഴിപാടൊക്കെ കഴിപ്പിച്ചു. റെസീറ്റ് എടുത്തു. അപ്പോൾ കുട്ടികൾ പറഞ്ഞ് എനിക്കിത് അയക്കുന്നതെന്ന് പറഞ്ഞു. ചെറുതിന് പിന്നെ എപ്പോൾ പോയാൽ ദാഹം. അപ്പോൾ അവർ അനത്തിയും കൂടി വെള്ളം എടുക്കാൻ പോയി. വെള്ളം കുടിച്ചു വന്നിട്ട് കാണാം വിനുവാടൻ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് വരുന്ന അവൾ. അപ്പോൾ വിനുവാട്ടൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഗ്ലാസ് കൊണ്ട് കൊടുക്കാൻ പോയി. വീണ്ടും ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എന്താണെന്ന് അറിയില്ല, ഞായറാഴ്ച നല്ല തിരക്ക്. പൊതുവേ ഇങ്ങനെ തിരക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എന്താണെന്നറിയില്ല, ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടും ക്യൂ നിന്നപ്പോൾ അവിടെ നിന്ന് നമ്പൂരി വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ നടയടക്കേണ്ട സമയമായി, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും സ്പീഡായിട്ട് ഉള്ളിൽ കയറിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മൊബൈൽ ഓഫ് ചെയ്തു. വീണ്ടും നമ്മൾ പോയത് ശാസ്താവിൻ്റെ അടുത്താണ്. അവിടെ പോയി അവിടെ നിന്നും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഈ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു, ഫാമിലി ഫോട്ടോസെല്ലാം എടുത്തു. അതിനുശേഷം നമ്മൾ വീണ്ടും വീട്ടിലേക്ക് വന്നു. എന്താണെന്നറിയില്ല, വിനോദിന് കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അതേ സമയം അവിടെ നിൽക്കാൻ പറ്റിയില്ല. പിന്നെ അവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് ഭസ്മവും ചന്ദനവും ആണ്. അവിടുത്തെ അയ്യപ്പൻ്റെ ഭസ്മവും കിട്ടും, ചന്ദനവും കിട്ടും. അങ്ങനെ പ്രസാദം വാങ്ങിച്ചു നമ്മൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അതിന് മുമ്പിൽ നമുക്കവിടെ ഭഗവതീനെ കാണാൻ പറ്റി. അവിടുത്തെ ഭഗവതി ഉണ്ടായിരുന്നു, ഭഗവതീനെ കണ്ടു, ഭഗവതിക്ക് നേർച്ചയൊക്കെ കൊടുത്തു. ശേഷം നമ്മൾ വീട്ടിലേക്ക് പോയി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു.